ഇനി നീ പറയുന്നത്, സിസ്റ്ററെ, ബ്രദറെ, ഇനി നീ പറയുന്നത് അവർ ശ്രദ്ധയോടെ കേൾക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുന്ന ചില വാക്കുകൾ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പുരുഷന്മാരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഞാനിവിടെ ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കത്തില്ല. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ വാഗ്ദത്തത്തിൽ എത്തിച്ചേരും. അതിന് നിങ്ങളൊക്കെ കൂടെ വേണം. നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. പറയുന്നത് ആരാണ്? പൗലോസാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, പൗലോസൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കത്തില്ല, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും, കേൾക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അങ്ങനെയൊന്നും അല്ലെന്നേ. കുറച്ച് മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പ് പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ചിന്തയിലേക്ക് പോകാം. 27-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമയുടെയും വാക്ക് അധികം വിശ്വസിച്ചു. ശതാധിപൻ ആരാണ്? ആ കപ്പലിലെ അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനുള്ള പടയാളികളുടെ തലവൻ. അദ്ദേഹം വിലക്കെടുത്തത് കപ്പലുടമയുടെയും കപ്പിത്താൻ്റെയും വാക്കുകളാണ്. പൗലോസ് ആരാണ്? പൗലോസ് ഒരു പ്രാർത്ഥനക്കാരൻ, ഒരു സുവിശേഷകൻ, തടവുകാരനായിട്ട് ഇവരുടെ ദയ കൊണ്ട് ജീവിക്കുന്നവൻ കപ്പലിൽ ആ സമയത്ത്. അതാ പ്രശ്നം. നമ്മളൊരു കാര്യം അങ്ങ് പറയും, അല്ലേ സഹോദരി? പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് തരുന്ന കാര്യം പറയും, ചേട്ടാ ഈ വഴി പോണ്ട, ഇത് ശരിയാവത്തില്ല. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ദൈവസേനയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഈ പോക്ക് പോകരുതേ, ഇത് ശരിയാകത്തില്ല. അപ്പം തുടങ്ങും വഴി മുടക്കി, എന്ത് പറഞ്ഞാലും കുറുകെ. മക്കളാണെങ്കിൽ പറയുന്ന വാക്കുകൾ, പിന്നെ ഭർത്താവാണെങ്കിൽ പരിഹാസവും അപമാനിക്കലും. വീട്ടുകാരോടും ആരോടും പറയാൻ പറ്റത്തില്ല. സഹോദരി, അതല്ലേ സങ്കടം? പ്രാർത്ഥിക്കുന്ന നിനക്കറിയാം മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ്. പ്രാർത്ഥിക്കുന്ന, അതെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. നമ്മൾ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ചിലത് വെളിപ്പെടുത്തും, പക്ഷെ പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. പിന്നെ പരിഹാസമായി, കളിയാക്കലായി, സങ്കടപ്പെട്ടായിരിക്കുന്നു. കേൾക്ക്, നിൻ്റെ വാക്ക് ശ്രദ്ധയോടെ അവർ കേൾക്കുന്ന അനുഭവത്തെ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. ശ്രദ്ധ വച്ച് കേൾക്കും. നിൻ്റെ വാക്കിനായി അവർ ചെവിയൂർത്തിരിക്കും. ഒരു രാത്രി ഒരു സഹോദരി വിളിച്ചിട്ട് പറയാം, പാസ്റ്ററേ, എൻ്റെ കുടുംബത്തിനകത്ത് വലിയൊരു പ്രശ്നം വരുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പ്രാർത്ഥന മുറിക്കകത്ത് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പാസ്റ്ററേ. ഒരുപാട് വർഷങ്ങൾ ഞാൻ സഹിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, അതിനെല്ലാം ഒരു അവസാനം വരുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ദുരന്തത്തിലേക്ക് പോകുവാൻ പോകുന്നു. പാസ്റ്റർ, എന്നെ കൈവിടരുത്. ഞാൻ പോകുന്ന സഭയിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തൊക്കെ ഞാൻ ഈ വിഷയം പറഞ്ഞു. എല്ലാവർക്കും പരിഹാസമാണ്. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു. അവരെന്നെ പറയാൻ വാക്കുകളൊന്നുമില്ല. ഒത്തിരി നേരം പരിഭവം പറഞ്ഞതിന് ശേഷം ആ സഹോദരി വിഷയത്തിലേക്ക് വന്നു. തൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ വന്നായിരിക്കുന്നു. വർഷങ്ങൾ ഗൾഫിലായിരുന്നു. 2 മക്കളുണ്ട്, ആൺമക്കളാണ്. അവരെ നല്ലതുപോലെ പഠിപ്പിച്ചു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ല ജോലിക്കൊന്നും അവർ പോകത്തില്ല. നല്ല ജോലിയൊക്കെ കിട്ടാൻ തക്ക കോഴ്സാണ് പഠിച്ചത്, പക്ഷേ പോകത്തില്ല. ചെറിയ ചെറിയ പണികൾ ചെയ്യും. ദേശത്തിൽ കൂട്ടുകൂടി മദ്യപാനം, ലോകപ്രകാരം ജീവിക്കുന്ന മക്കളായി അവർ മാറിയിരിക്കുന്നു. ഈ സഹോദരി പ്രതീക്ഷയോടെ കാത്തിരുന്നത് തൻ്റെ ഭർത്താവ് വരുമ്പോൾ ഈ മക്കൾ പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. പല അമ്മമാരുടെയും സങ്കടം ഇതാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, എൻ്റെ മക്കൾ കേൾക്കത്തില്ല. മാതാവേ, നീ കരയുക. നിൻ്റെ നല്ല സമയം മുഴുവൻ മാറ്റിവെച്ച് നിൻ്റെ യൗവനം നഷ്ടപ്പെടുത്തി നീ ആർക്ക് വേണ്ടി ജീവിച്ചു? അവർ നിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല. അതെ, അവരുടെ ചെവികളെ കർത്താവ് തുറക്കുവാൻ പോകുക. നിൻ്റെ വാക്കുകൾ കേട്ട് നിൻ്റെ തലമുറകൾ ജീവിക്കുന്ന അനുഭവം, പ്രാർത്ഥിക്കാമേ, അത് സംഭവിക്കുവാൻ പോകുക. അപ്പോൾ ആ സഹോദരൻ കടന്നു വന്നു. അദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല, വിദേശത്തായിരുന്നു. എങ്ങനെയൊക്കെ ലാവിഷായിട്ട് ജീവിക്കുവാൻ പറ്റുമോ അങ്ങനെയൊക്കെ ജീവിച്ചവനാണ്. പിന്നെ ഈ സഹോദരിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം മുൻപോട്ടൊരു സ്വസ്ഥതയുടെ അനുഭവം ദൈവം ഒരുക്കി. നാട്ടിൽ സെറ്റിലായി,
ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് സഹോദരി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അതിനുവേണ്ട നന്മകളുമായിട്ടാണ് സഹോദരൻ കടന്നു വന്ന് അപ്പനും മക്കളും കൂടെ ഇരുന്ന് ചില നാട്ടിലെ പ്രമാണിമാരുമൊക്കെ ചേർന്ന് ഒരു പ്ലാനിങ് അങ്ങ് നടത്തി. ഒരു ബിസിനസ് തുടങ്ങുവാൻ പോകുന്നു. ആ സഹോദരി പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി. അവരങ്ങനെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നല്ലതാണല്ലോ, മക്കളും ഭർത്താവും ഒരുമിച്ച് നിൽക്കും, ചില നാട്ടിലെ ആൾക്കാരുമൊക്കെ വന്നു ആ ചീത്തപ്പേരൊക്കെ അങ്ങ് മാറും. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 3 ശവപ്പെട്ടി കാണിച്ചു. തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ മക്കളുടെയും. സഹോദരി ഞെട്ടി എഴുന്നേറ്റു, പ്രാർത്ഥനയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. കരച്ചിലൂടെ മുറിക്ക് പുറത്തേക്ക് വന്നു. ഭർത്താവ് ബോധമില്ലാതെ കിടക്കുന്നു, മക്കൾ ബോധമില്ലാതെ കിടക്കുന്നു, ആരോട് പറയണമെന്ന് അറിയത്തില്ല. പിന്നെ ഈ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും വിശദമായ സഹോദരിയോട് സംസാരിച്ചു. വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇവർ പോകുന്നത്, ഇവർ ചതിക്കപ്പെടും, അതേ തുടർന്ന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും, ഇവർ മരണത്തിലേക്ക് പോകും. പിന്നെ നേരം വെളുത്തപ്പോൾ തന്നെ സഹോദരി അത് പറഞ്ഞു. പെട്ടെന്ന് അടുത്തിരുന്നൊരു ഫ്ലാസ്ക് എടുത്ത് ഭർത്താവ് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഈ ഭാഗത്ത് കൊണ്ട് 6 സ്റ്റിച്ച്. ചോര വാർന്ന് കിടന്നിട്ടും 2 മക്കളും തിരിഞ്ഞു നോക്കിയില്ല. ഈ അമ്മ ഇങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യത്തിനും കുറുകെ നിൽക്കുന്നു. ഞങ്ങൾ രക്ഷപ്പെടാൻ പോകുമ്പോൾ കുറുകെ നിൽക്കുന്നു. ആ സഹോദരി ആ ചോര പറ്റാത്ത മുറിവുമായി കണ്ണുനീരോടെ അതിനകത്തായിരുന്നു. കുറേ കഴിഞ്ഞ് അല്പം ഒരു ആശ്വാസം വന്നപ്പോൾ ആശുപത്രിയിൽ പോയി സ്റ്റിച്ചൊക്കെ ഇട്ട് തിരിച്ചു വന്നു. അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങി. തങ്ങൾക്ക് അല്പസ്വല്പമായ വസ്തുവകളുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. അതെല്ലാം ഈട് വെച്ച് ബാക്കി ലോൺ എടുത്തു. കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം ചേർത്ത് ബിസിനസ് തുടങ്ങി. 6 മാസത്തിനകം ആ ബിസിനസ് പൂട്ടി. വസ്തുവകകളെല്ലാം കടത്തിലായി. 3 കേസുകളുണ്ടായി. ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആത്മഹത്യക്കുറിപ്പും എഴുതി വച്ചിട്ട് ഇരിക്കുന്നു. ആ സമയത്താണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് പോലും എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ, വല്ലാത്തൊരവസ്ഥ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ്, സിസ്റ്ററെ 6 മാസത്തിന് മുമ്പേ സിസ്റ്റർ പറഞ്ഞപ്പോൾ അവർ സിസ്റ്ററിൻ്റെ വാക്ക് കേട്ടില്ല, പക്ഷേ ഇനി കേൾക്കും. അവരുടെ കാതുകളെ ദൈവം തുറക്കുക. അന്ന് ആ സഹോദരിയുടെ വാക്ക് അവർ കേട്ടു. ഉള്ളത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു, എങ്കിലും ജീവനോടെ അവരുണ്ട്. 2 മക്കൾ ജോലിക്ക് പോകുന്നുണ്ട്. ഭർത്താവും ചെറിയൊരു ജോലി ചെയ്ത് ആ സഹോദരി ആഗ്രഹിച്ചതുപോലെ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്തം, നിൻ്റെ ഭർത്താവിനൊപ്പം മക്കൾക്കൊപ്പം നീ സന്തോഷമായി ജീവിക്കും. നീ കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിനായി ചിലരുടെ കാതുകളെ ദൈവം തുറക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ് പ്രിയ ബ്രദർ, സിസ്റ്റർ. നീ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിനായി, പ്രിയ ബ്രദറെ, നീ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിനായി നിൻ്റെ തലമുറകളുടെ കാതുകളെ ദൈവം തുറക്കുവാൻ പോകുന്നു. ആമേൻ. ചിലത് വലിയ ബാധ്യതയ്ക്കും പ്രശ്നത്തിനും കാരണമായെന്ന് ചിന്തിച്ച് നിങ്ങളായിരിക്കുന്നുവോ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും. നീ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയിൽ നീ തകർന്നു പോകത്തില്ല. നീ ഇന്നായിരിക്കുന്ന ഈ വെല്ലുവിളിയുടെ മധ്യത്തിൽ നീ തകർന്നു പോകത്തില്ല. അതെ മാതാവേ, പിതാവേ, നിൻ്റെ മക്കൾ അങ്ങനെ തകർന്ന് നശിച്ചു പോകുവാൻ, അവരുടെ ജീവിതം ഇല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കരഞ്ഞ പ്രാർത്ഥിച്ച നിൻ്റെ കണ്ണുനീരിന് ദൈവം മറുപടി തരുവാൻ പോകുക. യെസ്, നീ പൗലോസ് കേട്ട് ജനത്തോട് പറയുവാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ച ദൂതൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ആമേൻ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇനി നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. സിസ്റ്ററെ, നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. അവർ ശ്രദ്ധയോടെ കേൾക്കും. സഹോദര, ഇനി നീ പറയുന്നത് നിൻ്റെ ഭാര്യ ശ്രദ്ധയോടെ കേൾക്കും. നിൻ്റെ വീട്ടുകാർ ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങളുടെ കൂട്ടുകാർ ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എവിടെയുമായിരിക്കട്ടെ, ആ തൊഴിലിടത്തിൽ നിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവാനുള്ളവരുണ്ടാകും. നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, അവിധത്തിൽ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന അനുഭവവും അത് മുഖാന്തരം വാക്തത്വവും പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ബ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന അനുഭവം വാക്തത്വ നിവൃത്തിയോടെ ഉണ്ടാകുവാനും, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന അനുഭവം വാക്തത്വ നിവൃത്തിയോടെ വെളിപ്പെടുത്തുവാനും കോൺടാക്ട് ചെയ്ത് ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചന ധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും
വെള്ളിയാഴ്ചയും ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന് നോക്ക്. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വാ, വിടുതലോടെ മടങ്ങുക. എന്നെ കണ്ടടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ചില ദർശനങ്ങൾ, കളിയാക്കലുകൾക്ക് പരിഹാസങ്ങൾക്ക് കാരണമായി തീരുന്ന അവസ്ഥ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ ആ വാക്കുകൾക്ക് വിലയുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നവൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകട്ടെ. ശുശ്രൂഷകന്മാരുടെ വാക്കുകൾക്ക് വിലയുണ്ടാകട്ടെ. ദേശത്തിന് മധ്യത്തിൽ ഇവർ മാനിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി തീരട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. സ്ഥിര വരുമാനമുള്ള ജോലികൾ ലഭിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് അങ്ങ് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ, വാഹനങ്ങളോടുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. പഠിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ പഠനത്തിന് വേണ്ട നന്മകളെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ നൽകി മാനിക്കണമേ. അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തോടു കൂടിയിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, വാക്കുകൾക്ക് വിലയുണ്ടാക്കാം. വാഗ്ദത്ത നിവർത്തിയോട് കൂടെ തന്നെ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.